ഹായ് എവരിവൺ. സോ കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് തേർഡ് റൗണ്ട് അങ്ങനെ സ്റ്റാർട്ട് ആകുകയാണ് മക്കളെ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ഉള്ള ടൈമാണ് വന്നിരിക്കുന്നത്. ആരൊക്കെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം, ഏതാണ് അതിന്റെ സ്കെഡ്യൂള്, എന്നാണ് തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക, അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബ്രീഫായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് തേർഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതൊക്കെ കോഴ്സുകളിലേക്കാണ്? MBBS-ഉം BDS-ഉം ഓൾറെഡി വന്നതാണല്ലേ നേരത്തെ തന്നെ. ഇപ്പോൾ വന്നിരിക്കുന്നത് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി തുടങ്ങിയ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ഫിഷറീസും അഗ്രികൾച്ചറും ഒക്കെ പോലത്തെ കോഴ്സുകളുടെ തേർഡ് അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷനാണ്. അപ്പൊ ആരൊക്കെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണമെന്ന് ചോദിച്ചാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് ഓൾറെഡി അഡ്മിഷൻ കിട്ടി, ഇപ്പോൾ ഒരു 5th ഓപ്ഷനാണ് കിട്ടിയത് അല്ലെങ്കിൽ 6th ഓപ്ഷനാണ് കിട്ടിയത്, 1ലേക്കും 2ലേക്കും 3ലേക്കും ഒക്കെ ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുക. എങ്കിൽ മാത്രമേ നിങ്ങളെ ഹയർ ഓപ്ഷനിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. അതേപോലെ ഫസ്റ്റിലും സെക്കൻഡിലും സീറ്റ് ലഭിക്കാത്ത മക്കൾ, അവർക്ക് തേർഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളും മാൻഡേറ്ററി ആയിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. യെസ്, അതിന്റെ സ്കെഡ്യൂൾ പെട്ടെന്നൊന്ന് പറയാം. 18, അതായത് 18-ാം തീയതി മുതലാണ് ആയുർവേദയുടെയും ഹോമിയോയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും മറ്റ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും അതേപോലെ റീഅറേഞ്ച്മെന്റ് നടത്തുന്നതിനും ഡിലീഷൻ നടത്തുന്നതിനുമായിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നത്. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, വേണ്ടാത്ത ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച്മെന്റ് നടത്താം, പ്രയോറിറ്റി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. യെസ്, 24/10/2025 മോർണിംഗ് 11 AM വരെ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ സാധിക്കുക. അതിനുള്ളിൽ തന്നെ കൺഫർമേഷൻ നടത്തി ഡിലീഷനും റീഅറേഞ്ച്മെന്റും ഒക്കെ നടത്തുക. ആ കുട്ടികളെ മാത്രമേ തേർഡിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ, തേർഡ് അലോട്ട്മെന്റ് പരിഗണിക്കൂ. 25th നിങ്ങളുടെ ടെമ്പററി അലോട്ട്മെന്റ്, മൂന്നാം ഘട്ടത്തിലെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അതോടെ നിങ്ങൾക്ക് മൂന്നാം ഘട്ടത്തിലെ സാധ്യതകൾ അറിയാൻ പറ്റും. എന്നാൽ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ 26-നോ 27-നോ ആയിരിക്കും തേർഡ് അലോട്ട്മെന്റ് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക്. 28-ാം തീയതി മുതൽ 30-ാം തീയതി 4 PM വരെയാണ് ഫീസ് അടച്ച് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, നിങ്ങൾ അറിയേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. യെസ്, അപ്പൊ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യും എന്ന് ഉള്ള സീറ്റുകളിലേക്ക് മാത്രം നിങ്ങൾ കൊടുക്കുക. ബാക്കിയുള്ളവ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്, അല്ലെങ്കിൽ കൺഫർമേഷൻ നടത്താതിരിക്കാവുന്നതാണ്. നിങ്ങളെ തേർഡിലേക്ക് കൺസിഡർ ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. യെസ്, അപ്പൊ കിട്ടണം, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ഉറപ്പുള്ള സീറ്റുകളിലേക്ക് മാത്രം കൊടുക്കുക. ഇതിന് ശേഷം നടക്കാനുള്ളത് സ്ട്രേ വേക്കൻസി മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. യെസ്, അതേപോലെ ഓൾ ഇന്ത്യയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച്, ഓൾ ഇന്ത്യ കോട്ടയിൽ AICCയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷനോ അലോട്ട്മെന്റോ ലഭിച്ച വിദ്യാർത്ഥികളെ 3-ാം റൗണ്ടിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളെ, ആയുഷിന്റെ ഒക്കെ തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ ഇങ്ങോട്ടേക്ക് തേർഡിലേക്ക് പങ്കെടുക്കാൻ അവർ അയോഗ്യരായിരിക്കും, ഇന്നെലിജിബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. യെസ്, അതേപോലെ 24/10/2025 വൈകുന്നേരം 5 മണിക്കോ അതിനു മുൻപോ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് റിലീവ് ചെയ്യാവുന്നതാണ്, ക്വിറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റിലോ സെക്കൻഡിലോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റിലീവ് ചെയ്യാനുള്ള സമയമുണ്ട്, പക്ഷേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. അങ്ങനെയുള്ള കുട്ടികൾ 24th മുന്നായിട്ട് ആ സീറ്റിൽ നിന്ന് റിലീവ് ചെയ്യുക, ആ സീറ്റിൽ നിന്ന് ക്വിറ്റ് ചെയ്യുക. അതേപോലെ തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ സ്ട്രേ വേക്കൻസി റൗണ്ടിലായിരിക്കും കൺസിഡർ ചെയ്യുക. സ്ട്രേയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. റൗണ്ട് 1-ലോ 2-ലോ 3-ലോ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരെ സ്ട്രേയിലേക്ക് പരിഗണിക്കില്ല. സ്ട്രേയിൽ ഒഴിവ് വരുന്ന വളരെ കുറച്ച് സീറ്റുകളിലേക്ക് മാത്രമാണ് സ്ട്രേ അലോട്ട്മെന്റ് നടത്തുക. ആ സീറ്റുകളിലേക്കായിരിക്കും നമ്മളെ പരിഗണിക്കുക. അത് ചിലപ്പോൾ കൂടുതലാവാം, കുറവാകാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിവേ വളരെ കുറച്ച് സീറ്റുകൾ വരാൻ മാത്രമാണ് സാധ്യത. സോ സ്ട്രേയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി കിട്ടിയ സീറ്റ് ക്വിറ്റ് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യുന്നതിന് മുൻപ് വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്ന, തീരെ നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുള്ള സീറ്റിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ റിലീവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് നമ്മളുടെ അവസരമാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട റൗണ്ടാണ് ഇനി നടക്കാൻ പോകുന്നത്, സ്ട്രേ വേക്കൻസി റൗണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ അനുസരിച്ച് എല്ലാം മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷനും അതിനുശേഷം ഡിലീഷനും റീഅറേഞ്ച്മെന്റും ഒക്കെ നടത്തുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.